ഹലോ ക്യൂട്ടീസ്. അപ്പോൾ ഇത് കോഴിക്കോട്ടിലെ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അമ്പലത്തിലും ഒന്ന് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ എടുക്കുന്നത്. ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു എന്താ പറയുക, സാധാരണ പോലെ ഞാൻ കണ്ണെഴുതി പൊട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ടോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മീഷോന്ന് ഞാൻ വാങ്ങിയതാണ്. നല്ല ടോപ്പാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വാങ്ങിക്കണം. കാരണം എനിക്കത് ലൈനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സംഭവം. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. നല്ല മെറ്റീരിയലാണ്. പിന്നെ ഞാൻ പൗഡറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ സാധാരണ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത്. ആക്ച്വലി ഡേ 1 ആണ് കല്യാണം എന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ ഡേ 1 കല്യാണത്തിനായിരുന്നില്ല, ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു. കാരണം ഡേ 1 കല്യാണം ആയിരുന്നില്ല, അത് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ എന്താ പറയുക, മോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കമ്മലൊക്കെ ഇട്ട് കൊടുക്കുന്നത്, ജുംക്കയാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു ഗോൾഡൻ ടൈപ്പ് ഓഫ് ജുംക്ക. ഇതിന് നല്ല മാച്ചായെന്ന് തോന്നി, അപ്പോൾ അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് മോസ്റ്റ്ലി. അപ്പോൾ ഈ ഒരു ചുരിദാറാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനി ഹെയറും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാണ്ട്, അത് മാത്രമേ ഉള്ളൂ. പൊട്ടൊക്കെ വെച്ചു, ചന്ദനക്കുറയൊക്കെ തൊട്ടു. അപ്പോൾ ഒരു നാടൻ കുട്ടിയായിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 മണിക്കാണ് തിരിച്ച് വരികയെന്ന് അങ്ങനെ എന്തോ പറയുന്നുണ്ട്. എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഇൻട്രോ എടുക്കുന്നത്. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. ഞാനിപ്പോൾ ഇൻട്രോ എടുത്തിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഹെയർ കെട്ടി കൊടുത്തിട്ടില്ല, കെട്ടാനുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ബാക്കിൽ കൂടെ ആരോ പോയത്, അമ്മയാണ് കേട്ടോ അത്. അപ്പോൾ അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരും കൂടെ റെഡി ആയിട്ട് വേണം ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ. അപ്പം ഞാൻ ഏകദേശം റെഡിയായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ കല്യാണത്തിന് പോകുന്ന വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ രാവിലെ തന്നെ ഒരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഹോട്ടലിൽ കയറി കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ എന്താ പറയുക, നടക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ചെറുതായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലുള്ള വ്യൂ ആണ് ഞാൻ കൂടുതലായി എടുത്തിരിക്കുന്നത്. കല്യാണത്തിന് പോകുന്നത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ഫോണിൽ ചാർജ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വ്യൂ കണ്ടോ. ഇവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ഒരു സ്ഥലമുണ്ട് അമ്പലത്തിന് മുന്നേ. അപ്പോൾ അവിടെയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോസും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ ആംബിയൻസ് അടിപൊളിയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഈ സൈഡിലായിട്ട് തന്നെ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ സ്ഥലമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസും ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കുളത്തിൻ്റെ അവിടെ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലോഡ്ജിലെത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയും ഈ ഒരു ആംബിയൻസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെ പോകാനുണ്ട്, എവിടെ പോകണം എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഹൈലൈറ്റ് മാൾ പോകണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അത് എന്തൊക്കെയോ പോകണമെന്ന് വിചാരിച്ചു, അതൊന്നും ശരിക്കും നടന്നില്ല. അപ്പോൾ ഗൈസ്, ഇതിൽ ഡേ 3 കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഡേ 3 എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. SM സ്ട്രീറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ കുറേ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് വന്നിട്ട് അവിടെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിനി ഞാൻ പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ പാട്ട് സ്റ്റോപ്പായി നിൽക്കുകയാണ്. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പാട്ട് ഓട്ടോമാറ്റിക്കായി സ്റ്റോപ്പാവും. ഫോണിലാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ തലശ്ശേരി റെസ്റ്റോറൻറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ SM സ്ട്രീറ്റിൽ കയറിയിട്ടുണ്ട്. അവിടെ കുറച്ച് ചെരുപ്പ് കടയും എല്ലാ കടയും ഏകദേശം കവർ ചെയ്തു. പക്ഷെ വീഡിയോയിൽ അത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ക്ലിപ്പായിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കൂടുതലും ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഡേ വന്നിട്ട് കുറച്ച് ഷോർട്ടായി പോയോ എന്നൊരു സംശയമുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സിന് കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാനൊരു ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകണം. അപ്പോൾ ബാഗൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം നമുക്ക് താഴെ പോകാമെന്ന് വിചാരിക്കുന്നു. താഴെ പോയി എനിക്ക് ഫുഡ് കഴിക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകണം. കാരണം രാവിലെ കുറച്ച് എന്തോ കഴിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്.
അത് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് റോസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. എവിടെ പോകണമെന്നുള്ളത് ഓർമ്മയില്ല. ഒരു ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് ടോപ്പ്. അതൊക്കെ ഇട്ട് നോക്കി അമ്മയ്ക്കും അച്ഛനൊക്കെ ഇഷ്ടമായി. അപ്പോൾ ഏകദേശം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എന്താണെന്നുള്ളതും കൂടെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ വീട്ടിലെത്തി. ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.